ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൌറീഷ്യസ് സന്ദർശനത്തിന് മറ്റന്നാൾ തുടക്കമാകും. മൌറീഷ്യസിന്റെ ദേശീയ ദിനാഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടം നാളെ ആരംഭിക്കും. ദരിദ്രരായ സ്ത്രീകൾക്ക് പ്രതിമാസം 2500 രൂപ നൽകുന്ന മഹിളാ സമൃദ്ധി യോജനയ്ക്ക് അംഗീകാരം നൽകി ഡൽഹി സർക്കാർ. കേരളത്തിലെ എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലും പോഷ് ആക്ട് പ്രകാരം ഇന്റേണൽ കമ്മിറ്റികൾ രൂപീകരിക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. ചാമ്പ്യൻസ് ട്രോഫി ഏകദിന ക്രിക്കറ്റ് ഫൈനൽ ഇന്ന്. കിരീടത്തിനായി ഇന്ത്യയും ന്യൂസിലൻഡും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ മൌറീഷ്യസ് സന്ദർശനത്തിനായി ചൊവ്വാഴ്ച പുറപ്പെടും. 2015 ശേഷമുള്ള പ്രധാനമന്ത്രിയുടെ ആദ്യ മൌറീഷ്യസ് സന്ദർശനമാണിത്. മൌറീഷ്യസിന്റെ ദേശീയ ദിനാഘോഷങ്ങളിൽ മുഖ്യാതിഥിയായി ശ്രീ മോദി പങ്കെടുക്കും. കൂടാതെ മൌറീഷ്യസ് പ്രസിഡന്റ് ധരംബീർ ഗോഖൂളിനെ സന്ദർശിക്കുകയും പ്രധാനമന്ത്രി നവീൻ ചന്ദ്ര രാങ്കൂലവുമായി ചർച്ച നടത്തുകയും ചെയ്യും. അതേസമയം മൌറീഷ്യസുമായുള്ള ഇന്ത്യയുടെ ബന്ധം നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ന്യൂഡൽഹിയിൽ പറഞ്ഞു. Relations with Mauritius are rooted in shared history, culture, and a very strong and robust people-to-people relationship that goes back several centuries. Mauritius is also one of our key partners in the Indian Ocean. It's a close maritime neighbor. In 2015, that Prime Minister had articulated Vision Sagar, security and growth for all in the region, which underscored India's commitment to the Indian Ocean region. പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടം നാളെ ആരംഭിക്കും. ഏപ്രിൽ 4 വരെ നീണ്ടുനിൽക്കുന്ന സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ 20 സിറ്റിംഗുകൾ ഉണ്ടാകും. 2025-26 വർഷത്തേക്കുള്ള ധനസഹായത്തിനായുള്ള ആവശ്യങ്ങളും അനുബന്ധ വിനിയോഗ ബില്ലും സംബന്ധിച്ച് ഈ സെഷനിൽ ചർച്ചയും വോട്ടെടുപ്പും നടക്കും. കൂടാതെ ബാങ്കിംഗ് നിയമങ്ങൾ ഭേദഗതി ബിൽ, കോസ്റ്റൽ ഷിപ്പിംഗ് ബിൽ, ത്രിഭുവൻ സഹകാരി സർവകലാശാല ബിൽ, ഇമിഗ്രേഷൻ ആന്റ് ഫോറിനേഴ്സ് ബിൽ, റെയിൽവേസ് ഭേദഗതി ബിൽ എന്നിവയുൾപ്പെടെ നിരവധി നിയമനിർമ്മാണങ്ങൾ പാർലമെന്റ് പരിഗണിക്കും. വ്യാവസായിക വിജ്ഞാന വിപ്ലവത്തിന്റെ കാലഘട്ടത്തിൽ ഇന്ത്യ ഒരു സേവനദാതാവ് മാത്രമല്ല, പ്രധാന സാങ്കേതിക സ്രഷ്ടാവായും ഉയർന്നുവരുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് മുംബൈയിൽ സ്വകാര്യ മാധ്യമ സ്ഥാപനം സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശുദ്ധവും സുസ്ഥിരവുമായ ഊർജ്ജത്തിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും ഈ വർഷം അവസാനത്തോടെ ഇന്ത്യൻ റെയിൽവേയുടെ 100% വൈദ്യുതിയിൽ പ്രവർത്തിക്കുമെന്നും കേന്ദ്രമന്ത്രി പരാമർശിച്ചു. ഇന്ത്യ ലോകത്തെ ആത്മവിശ്വാസത്തോടെയാണ് കാണുന്നതെന്നും വ്യാപാരം, മൊബിലിറ്റി, നിക്ഷേപം, ടൂറിസം, വിദ്യാർത്ഥി ഇടപെടലുകൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിൽ കൂടുതൽ ഇടപെടൽ ആഗ്രഹിക്കുന്നുവെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു. യുകെയിലെ മാഞ്ചസ്റ്ററിൽ ഇന്ത്യൻ സമൂഹവുമായും ബിസിനസ് നേതാക്കളുമായും ആശയവിനിമയം നടത്തുകയായിരുന്നു അദ്ദേഹം. ലോകമെമ്പാടും രാജ്യത്തിന്റെ പ്രതിച്ഛായ രൂപപ്പെടുത്തുന്നത് പ്രവാസി സമൂഹമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ പ്രവാസികളുടെ സംഭാവനകളെ ഡോക്ടർ ജയശങ്കർ അഭിനന്ദിച്ചു. It is a relationship that we believe has immense potential to grow, to deepen. When we see the direction of the world today, I would say the case for deepening these ties gets stronger. And one current expression of that is the sort of accelerated effort that we are putting in the free trade agreement. ദരിദ്രരായ സ്ത്രീകൾക്ക് പ്രതിമാസം 2500 രൂപ നൽകുന്നതിനുള്ള മഹിളാ സമൃദ്ധി യോജനയ്ക്ക് ഡൽഹി സർക്കാർ അംഗീകാരം നൽകി. ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത ഇന്നലെ ദേശീയ തലസ്ഥാനത്ത് നടന്ന വാർത്താസമ്മേളനത്തിലാണ് പ്രഖ്യാപനം നടത്തിയത്. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് ഡൽഹി സർക്കാരിന്റെ മന്ത്രിസഭാ യോഗത്തിൽ പദ്ധതിക്ക് അംഗീകാരം ലഭിച്ചതായി അവർ പറഞ്ഞു. പദ്ധതി നടപ്പിലാക്കുന്നതിനായി 5100 കോടി രൂപയുടെ ബജറ്റ് വിഹിതം വകയിരുത്തിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. അയൽ രാജ്യങ്ങളുമായി ആരോഗ്യകരമായ ബന്ധം നിലനിർത്താൻ ഇന്ത്യ എപ്പോഴും ശക്തമായി വാദിച്ചിട്ടുണ്ടെന്നും ബംഗ്ലാദേശും അതിൽ നിന്ന് വ്യത്യസ്തമല്ലെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഒരു വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ ഇന്ത്യ എപ്പോഴും അയൽ രാജ്യങ്ങളുമായി നല്ല ബന്ധം നിലനിർത്താൻ ശ്രമിക്കാറുണ്ടെന്ന് ശ്രീ സിംഗ് പറഞ്ഞു. മണിപ്പൂരിൽ ഇംഫാൽ ദിമാപൂർ ദേശീയപാതയിലുണ്ടായ പ്രതിഷേധത്തിനിടെ ഒരാൾ മരിച്ചു. ഈ പാതയിലൂടെയുള്ള ഗതാഗതം സുഗമമാക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെയായിരുന്നു പ്രതിഷേധം. സംഘർഷങ്ങളെ തുടർന്ന് 2023 മെയ് മുതൽ ദേശീയപാത 37, NH2 എന്നിവയിലൂടെയുള്ള ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഈ മാസം 1-ന് ന്യൂഡൽഹിയിൽ ചേർന്ന യോഗത്തിലാണ് കൂടുതൽ സുരക്ഷാസേനയെ വിന്യസിച്ച് ഗതാഗതം പുനഃസ്ഥാപിക്കണമെന്ന തീരുമാനം കൈക്കൊണ്ടത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഇന്ന് വയനാട്ടിൽ വനവാസി സംഘടനകളുടെ ഗോത്രപർവം 2025 കലാമേള ഉദ്ഘാടനം ചെയ്യും. രാവിലെ ഹെലികോപ്റ്ററിൽ കൽപ്പറ്റയിലെത്തുന്ന ഗവർണർ പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിൽ വിദ്യാർത്ഥികളുമായി സംവദിക്കും. തൊഴിലിടങ്ങളിൽ സ്ത്രീ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ പോഷ് ആക്ട് പ്രകാരം കേരളത്തിലെ 95 സർക്കാർ വകുപ്പുകളിലെ 10-ൽ കൂടുതൽ ജീവനക്കാരുള്ള എല്ലാ സ്ഥാപനങ്ങളിലും ഇന്റേണൽ കമ്മിറ്റികൾ രൂപീകരിച്ചതായി മന്ത്രി വീണ ജോർജ്. അന്താരാഷ്ട്ര വനിതാ ദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു മന്ത്രി. IT പാർക്കുകൾ, സ്വകാര്യ സ്ഥാപനങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, വ്യവസായ സ്ഥാപനങ്ങൾ എന്നിവയും IC കമ്മിറ്റികളുള്ള സ്ഥാപനങ്ങളാക്കി മാറ്റാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നതെന്നും ശ്രീമതി വീണ ജോർജ് വ്യക്തമാക്കി. കൊല്ലത്ത് നടക്കുന്ന CPIM സംസ്ഥാന സമ്മേളനം ഇന്ന് സമാപിക്കും. നയരേഖയിന്മേലുള്ള ചർച്ചകൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി നൽകും. തുടർന്ന് റിപ്പോർട്ട് അംഗീകരിക്കൽ, സംസ്ഥാന കമ്മിറ്റി തെരഞ്ഞെടുപ്പ്, പാർട്ടി കോൺഗ്രസ് പ്രതിനിധികളുടെ തെരഞ്ഞെടുപ്പ് എന്നിവ നടക്കും. വൈകിട്ട് ആശ്രാമം മൈതാനത്ത് സീതാറാം യെച്ചൂരി നഗറിൽ നടക്കുന്ന പൊതുസമ്മേളനത്തോടെ 4 ദിവസം നീണ്ടുനിൽക്കുന്ന സമ്മേളനം അവസാനിക്കും. ഉച്ചയ്ക്ക് ശേഷം പോലീസ് ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ICC ചാമ്പ്യൻസ് ട്രോഫി ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യ ന്യൂസിലൻഡ് കിരീട പോരാട്ടം ഇന്ന് ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 2:30 മത്സരം. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു. ഒരു കളിയും തോൽക്കാതെയാണ് ഇന്ത്യ ഫൈനലിലേക്ക് എത്തിയതെങ്കിൽ ഇന്ത്യയോട് മാത്രം തോൽവി വഴങ്ങിയാണ് ന്യൂസിലാൻഡിന്റെ വരവ്. കരുത്തരായ ഓസ്ട്രേലിയയെ വരച്ച വരയിൽ നിർത്തി മറികടന്നാണ് രോഹിത് ശർമ്മയും സംഘവും കലാശക്കളിക്ക് യോഗ്യത നേടിയത്. ദക്ഷിണാഫ്രിക്കയെ അനായാസം തോൽപ്പിച്ചാണ് ന്യൂസിലാൻഡ് എത്തുന്നത്. സ്പിന്നിനെ തുണയ്ക്കുന്ന ദുബായിലെ പിച്ചിൽ ഇന്ത്യൻ സ്പിന്നർമാർ ഫോമിലേക്ക് ഉയർന്നാൽ കിവീസിന് പോരാട്ടം കടുത്തതാകും. ഗ്രൂപ്പ് റൌണ്ടിൽ ന്യൂസിലാൻഡിനെ 44 റൺസിന് തോൽപ്പിച്ചത് ടീം ഇന്ത്യയ്ക്ക് പ്രതീക്ഷ നൽകുന്നു. കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം സ്പിന്നർമാരുടെ മികച്ച പ്രകടനം ഇന്ത്യയുടെ വിജയത്തിൽ നിർണായകമായി. സ്പിന്നർ മിച്ചൽ സാന്റ്നർ നയിക്കുന്ന ന്യൂസിലാൻഡ് സ്പിൻ കരുത്തരായി ഇന്ത്യയെ നേരിടുമ്പോൾ പിച്ചിൽ ബാറ്റർമാരും ബൌളേഴ്സും തമ്മിൽ തീപാറും പോരാട്ടം തന്നെ നടക്കും. ISL ഫുട്ബോളിൽ ഇന്നലത്തെ മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC ഈസ്റ്റ് ബംഗാൾ FCയെ പരാജയപ്പെടുത്തി. ഏകപക്ഷീയമായ 4 ഗോളുകൾക്കാണ് ജയം. മറ്റൊരു മത്സരത്തിൽ FC ഗോവയെ എതിരില്ലാത്ത 2 ഗോളിന് മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ്സ് പരാജയപ്പെടുത്തി. ഇന്ന് ചെന്നൈയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ചെന്നൈയിൻ FC ജംഷഡ്പൂർ FCയെ നേരിടും. മത്സരം വൈകുന്നേരം 7:30 ആരംഭിക്കും. വനിതാ പ്രീമിയർ ലീഗിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനെ 12 റൺസിന് UP വാരിയേഴ്സ് പരാജയപ്പെടുത്തി. ലക്നൌവിലെ ഏകാന ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലായിരുന്നു മത്സരം. തോൽവിയോടെ നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ഈ ടൂർണമെന്റിൽ നിന്ന് പുറത്താകുന്ന രണ്ടാമത്തെ ടീമായി. ഖേലോ ഇന്ത്യ ശൈത്യകാല ഗെയിംസ് 2025ന്റെ രണ്ടാംഘട്ട മത്സരങ്ങൾക്ക് ഇന്ന് ജമ്മുകാശ്മീരിലെ ഗുൽമാർഗിൽ തുടക്കമാകും. സ്കീയിംഗ്, സ്നോ ബോർഡിംഗ് എന്നീ മത്സരങ്ങൾ ഇവിടെ നടക്കും. ആദ്യപാദ മത്സരങ്ങളിലെ വിജയികളായ ലഡാക്ക് കിരീടം നിലനിർത്താനായി ശ്രമിക്കുന്നു. സാമ്പത്തിക വളർച്ച പ്രോത്സാഹിപ്പിക്കുന്നതിനും സുഗമമായ വിതരണ ശൃംഖലകൾ ഉറപ്പാക്കുന്നതിനും ഇന്ത്യ US-മായി മികച്ച വ്യാപാര കരാർ തേടുകയാണെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. വളർന്നുവരുന്ന ആഗോള താരിഫ് യുദ്ധത്തിനിടയിൽ ഉയർന്ന US താരിഫ് നേരിടുന്ന രാജ്യങ്ങളിൽ നിന്നുള്ള സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിനെതിരെ ഇന്ത്യ സമർത്ഥമായി നീങ്ങേണ്ടതുണ്ടെന്നും അവർ പറഞ്ഞു. ഇന്നലെ മുംബൈയിൽ നടന്ന അവാർഡ് ദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. GST നിരക്കുകൾ കൂടുതൽ കുറയ്ക്കുമെന്നും നികുതി നിരക്കുകളും സ്ലാബുകളും യുക്തിസഹമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഏതാണ്ട് അന്തിമഘട്ടത്തിലെത്തിയെന്നും ധനമന്ത്രി പറഞ്ഞു. അടുത്തിടെ അവസാനിച്ച ഉഭയകക്ഷി വ്യാപാര കരാറുകൾ പ്രകാരം ഓസ്ട്രേലിയ, UAE, സ്വിറ്റ്സർലൻഡ്, നോർവേ തുടങ്ങിയ പ്രധാന വികസിത രാജ്യങ്ങൾക്കുള്ള ശരാശരി താരിഫുകൾ ഇന്ത്യ ഗണ്യമായി കുറച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൌറീഷ്യസ് സന്ദർശനത്തിന് മറ്റന്നാൾ തുടക്കമാകും. മൌറീഷ്യസിന്റെ ദേശീയ ദിനാഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാംഘട്ടം നാളെ ആരംഭിക്കും. ദരിദ്രരായ സ്ത്രീകൾക്ക് പ്രതിമാസം 2500 രൂപ നൽകുന്ന മഹിളാ സമൃദ്ധി യോജനയ്ക്ക് അംഗീകാരം നൽകി ഡൽഹി സർക്കാർ. കേരളത്തിലെ എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലും പോഷ് ആക്ട് പ്രകാരം ഇന്റേണൽ കമ്മിറ്റികൾ രൂപീകരിക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. ചാമ്പ്യൻസ് ട്രോഫി ഏകദിന ക്രിക്കറ്റ് ഫൈനൽ ഇന്ന്. കിരീടത്തിനായി ഇന്ത്യയും ന്യൂസിലൻഡും ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.